കേരളത്തിലെ CPM അപകടകാരി പിണറായി വിജയൻ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സീനിയറായിരുന്ന തൊഴിലാളി വർഗ പാർട്ടികളുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന BT രണദിവെ പിന്നെ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ചിന്ത പ്രസിദ്ധീകരിച്ച ഒരു സ്പെഷ്യൽ പതിപ്പുണ്ട്. അതിൽ പിന്നെ ഗോർബച്ചേവ് എങ്ങനെ അവിടെ ഗോർബച്ചേവിൻ്റെ നടപടികൾ എങ്ങനെ സോവിയറ്റ് യൂണിയനെ തകർത്തു എന്ന് വിശദീകരിക്കുന്നുണ്ട്. അത് ഒന്ന് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി അല്പം കഴിഞ്ഞ് താങ്കൾക്ക് തരാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഇപ്പോൾ കേരളത്തിൽ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പാർട്ടിക്കും ഇതിനും അപ്പുറം പിണറായി വിജയന് കിട്ടിയിട്ടുള്ള ഈ ഇതുണ്ടല്ലോ ഈ അധികാരം സർവാധിപത്യം അതിൽ അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിക്കുന്നു. സത്യത്തിൽ BJP ഗവൺമെൻറ്, NDA ഗവൺമെൻറ് എന്ന് പറയുന്നില്ല, മോദി ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ വികസന പരിപാടികളും ഭരണ നടപടികളും അതിനും പറയുന്ന ഇതനുസരിച്ച് കൊണ്ടുള്ള ഇതുമാണ് പിന്നെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആധികാരിക ഒരു പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ മൂലയ്ക്കിരിക്കുന്ന ഒരാൾ ഇത് 100% ആധികാരികതയോടുകൂടിയാണ് പറയുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, അത് പത്രത്തിൽ എഴുതാൻ ഞാൻ പറയല്ല. അത് നമുക്ക് സങ്കടം വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മോദി ഗവൺമെന്റ് പറയുന്നത് അതേപടി നടപ്പിലാക്കുന്ന ആളാണ് പിണറായി എന്ന് പറയുന്നത്. അതിങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞിട്ടല്ല നടപ്പാക്കുന്നത്. നിങ്ങൾ അറിയുന്നില്ല അതെങ്ങനെ, എന്താണ് ചെയ്യുന്നത്, എന്താണ് നടപ്പാക്കുന്നതെന്ന് അറിയുന്നില്ല. അതിനാരും ശ്രമിക്കുന്നില്ല. അതാണ് വളരെ ചുരുക്കത്തിൽ നമ്മൾ ഈ ആവർത്തി ചോദിക്കുന്നതിൻ്റെ ഒരു രത്നച്ചുരുക്കം ഇതാണ്: മോദിയുമായി പിണറായി സന്ധി ചെയ്തു എന്ന് അങ്ങ് കരുതുന്നു? മോദിയുമായിട്ട് സന്ധി ചെയ്യല്ല, മോദിയുമായിട്ട് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആൾ റോഡ്സ് ലീഡ് ടു റോം എന്ന് പറയണത് പോലെ മോദിയിലേക്ക് പിണറായി വിജയൻ നേരിടുന്ന പ്രതിസന്ധികളെയും ഇതിനെയും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളുണ്ട്, ഇൻക്ലൂഡിങ് നമ്മളുടെ KV തോമസ്, ക്യാബിനറ്റ് പദവിയിൽ അവിടെ ശമ്പളം കൊടുത്ത് പെരുത്തിയിട്ടുള്ള അയാളടക്കം. അറിയാമല്ലോ, ഈ ഇവർ തമ്മിൽ ഇത്ര ഇതുണ്ടായിട്ടും സിൽവർ ലൈനിന് ഒരു ഇത് കുറുക്ക് വഴി ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോയിട്ട് ഇദ്ദേഹം ഒരു പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തൊക്കെ നമുക്കറിയില്ലേ. അങ്ങനെ ഒരുപാട് റോഡുകളുണ്ട് അവിടേക്ക്. അപ്പോൾ അത് ഇനി അത് തിരുത്തപ്പെടാനോ ഇത് ചെയ്യാനോ ഒന്നും അങ്ങനെയൊന്നും ആലോചിക്കുക വേണ്ട എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ തീരുമാനിക്കുന്നത്. കാരണം ഇത് മറ്റൊരു സംഗതിയാണ്. കേരളത്തിലെ CPM മാറിപ്പോയിരിക്കും. CPM എന്നുള്ളത് അതിൻ്റെ പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അത് വേറെ ഒന്നാണ്. അതിലിരുന്ന് സംസാരിക്കുന്നവർ, അതിൽ തീരുമാനങ്ങൾ എടുക്കുന്നവർ, അതൊക്കെ ഒരുപാട് ബാഹ്യശക്തികളാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായിയുടെ ഈ കാലഘട്ടം ഏത് രീതിയിലാണ് താങ്കൾ വിലയിരുത്തുക? അതിൻ്റെ പിന്നെ നമ്മൾ ആരോഹണമുണ്ട്, അവരോഹണത്തിൻ്റെ അവസാനമുണ്ട്. ആരോഹണമായിരുന്നു 57 കണ്ടത്. അതിങ്ങനെ വന്നിട്ടുള്ള അതിൻ്റെ അവരോഹണത്തിൻ്റെ നെല്ലിപ്പല തൊടലാണ് ഇതിനെ. ഇത് പേഴ്സണലായി നോക്കൂ, ഇത് പേഴ്സണലായിട്ട് ഒരു പിണറായി വിജയൻ്റെ കാര്യമല്ല. പിണറായി വിജയൻ ഈസ് എ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നവർ നമ്മളുടെ ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ആ വിഭവങ്ങൾ മുഴുവൻ എടുത്തിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടോ, അത് അതിൻ്റെതായ തുല്യവിഹിതം കിട്ടുന്നുണ്ടോ, ഇതിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടുള്ളത്. ഇത് കിട്ടുന്നില്ല എന്നുള്ള വരുമ്പോൾ ഉള്ള ഇത് വരും. അത് ചില ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്നിട്ടുള്ള ആൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്നത് കിട്ടും,
എന്ന് പറഞ്ഞിട്ട് അത് തേടുന്നത് പോലെയല്ല. അത് യഥാർത്ഥ അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് സമൂഹത്തിൽ മാറ്റം വരാനുള്ള രീതിയിൽ അവരെ മുന്നോട്ട് ഉയർത്താൻ ഇത് സാധിക്കുമോ, ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇവിടെ മുട്ടിലിഴഞ്ഞ് സമരം നടത്തി ഓരോ കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിനിടയിൽ PSC ഇതിൽ നിന്ന് നിയമനം മുട്ടിൽ എഴിഞ്ഞ് സമരം നടത്തി. ഒടുവിലത് പിന്നെ SFIയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആൾക്കാരൊക്കെ വിളിച്ച് അവസാനിപ്പിച്ച് ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞു. ആ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അവരുടെ ആ നിയമനത്തിൻ്റെ ആ കടലാസ് അത് അവിടെ ഒഴിവുണ്ടെന്നുള്ളത് അവിടെ എത്തണം. അത് 3 മിനിറ്റോ 5 മിനിറ്റോ താമസിപ്പിച്ച് അയച്ചിട്ട് അതിന് നിയമനം കിട്ടിയില്ല. എന്നിട്ട് വീണ്ടും നിങ്ങളെ തിരുവനന്തപുരത്ത് അവർ സമരം നടത്തി. ഒടുവിൽ മന്ത്രിസഭ സഹിക്കിട്ട് പിന്നെ അവരെ നിയമിച്ചുകൊണ്ട് മന്ത്രിസഭ ഒരു തീരുമാനം എടുത്ത വാർത്ത പിന്നെ പത്രത്തിൽ വന്നു. ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ വയറിനകത്ത് ഒരു കത്രിക കുടുങ്ങിയ ആ സംഭവം. ഇപ്പം നാളെ ഒരു വിചിത്രമായ സമരം വടകരയിൽ നിന്ന് ഒരാൾ വന്ന് അവിടെ നടത്തി. അയാൾ മെഡിക്കൽ കോളേജിൽ ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് കുളിച്ചു. ആൾക്കാരെല്ലാം വിചാരിച്ചു ഒരു മനുഷ്യൻ ഇവിടെ എന്താ, നിങ്ങൾക്കാർക്കും പ്രതിഷേധമുണ്ടോ ഞാനിങ്ങനെ ഇവിടുന്ന് കുളിക്കുന്നതിൽ? എന്നിട്ട് അയാൾ പറഞ്ഞു ഇവിടെ എല്ലാം മാറിപ്പോകുന്നു, ഇവിടെ കമ്പി ഇടുന്നത് മാറുന്നു, ശസ്ത്രക്രിയ ചെയ്യുന്നത് നാവിലാവുന്നു, പിന്നെ ഇതോ. അപ്പോൾ എനിക്കിത് കുളിമുറിയാന്ന് എനിക്ക് മാറിപ്പോയി, അതുകൊണ്ടാണ് ഈ സമരം എന്ന് പറഞ്ഞിട്ട് അയാൾ കുളിച്ചു. ഇതൊക്കെ ആണെങ്കിലും ഈ നമ്മളെ നാട്ടിൽ ചുറ്റും നടക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. അത് പിന്നെ ഇപ്പോൾ ഈ ഇന്ത്യയുടെ മറ്റു ഭാഗത്തുള്ളത് അറിയോ? ഇതിനെതിരെ ഒറ്റയ്ക്കുള്ള പ്രതിഷേധങ്ങൾ, ചെറിയ ചെറിയ ഗ്രൂപ്പിൻ്റെ പ്രതിഷേധങ്ങൾ പലയിടത്തും സ്വാഭാവികമായും ആ വൈരുദ്ധ്യം വളർന്നു വരും എന്നാണ് മാർക്സ് പറയുന്നത്. അത് ഇതുവരെ തിരുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജയിലിൽ കിടന്ന മറ്റേ UAPA നിയമം അനുസരിച്ചിട്ട് കരുതൽ തടങ്കലിലിട്ടിട്ടുള്ള ആൾ ജയിലിലിരുന്നിട്ട് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. എന്താ നമ്മൾ വ്യാഖ്യാനിക്കുക? അതെന്ത് വ്യാഖ്യാനിക്കുന്നു? അയാൾക്ക് ഇതൊക്കെ പോയി വാങ്ങണം, അതിന് ഇപ്പോൾ എന്താ അതാ പറയുന്നത്. അപ്പം അങ്ങനെ ഇത് പറയാം. അല്ലാതെ ഞാൻ പറഞ്ഞപ്പോൾ ഈ കേരളത്തിലെ CPMന്റെ ഒരു അവരോഹണം പിന്നെ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 2ാം ഊഴം വന്നതോടുകൂടി ഈ അവരോഹണം ആരംഭിച്ചു. അതിന് മുന്നേ ഉണ്ട്. ആ അവരോഹണം ആരംഭിച്ചതിൻ്റെ അവസാനം ആയിരിക്കും അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പ്. അത് എപ്പോഴാണ് വരിക, അത് ആരുടെ നേതൃത്വത്തിലാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നമുക്ക് പറയാൻ കഴിയില്ല. അത് അവിടെയാണ്. അത് തിരിച്ചു വരാണമെങ്കിൽ വരുത്തേണ്ട തിരുത്തെന്ന് പറയുന്നത് നമ്മളാരുമല്ല ചെയ്യേണ്ടത്, അത് ആ പാർട്ടിയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു തിരുത്തൽ വേണം എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും അതിലുണ്ടോ എന്ന് ഉണ്ടാവും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല.